നമസ്കാരം നന്ദകുമാർ. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ആക്ച്വലി ഈ 100 ഗ്രാം എങ്ങനെയാണ് കുറഞ്ഞിട്ടുള്ളതെന്നുള്ളത്. അതെന്നാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒളിമ്പിക്സ് മെഡലിനേക്കാളും വലുത് ചില ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. മനസ്സിലായില്ലേ? ചില ആൾക്കാർ വിജയിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന കുത്തിക്കഴപ്പ് കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇപ്പം 100 ഗ്രാം കുറയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പെങ്കൊച്ച് ഈ പറയുന്ന പോലെ രാത്രിയിൽ മുടി വരെ മുറിച്ചിട്ടുണ്ട് അതിൻ്റെ വെയിറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും കഠിനമായ പ്രയത്നം. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടതുകൊണ്ടോ ഭയങ്കര ടാലൻറ്റഡ് ആയതുകൊണ്ടിട്ടോ ഒന്നും നമുക്ക് ഈ പറയുന്ന സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. മേക്കപ്പ് ഇടാൻ സാധിക്കണം. ഇവിടെ ഫിൽറ്റേഴ്സിനാണ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരായിട്ട് തന്നെ നിൽക്കുകയും അവരവരുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലെങ്കിൽ പൊളിറ്റിക്സിനെതിരെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾക്കെതിരെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവർ ഫെയിലിയർ ആവും. അതിപ്പോൾ പൊളിറ്റിക്സിൽ മാത്രമല്ല, എല്ലായിടത്തും അതെ. നമ്മളായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഭയങ്കര ജെന്യുവനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഹരം ഏൽക്കേണ്ടി വരും. മനസ്സിലായി? അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഒളിമ്പിക്സിൽ പോയിട്ട് ഫൈനലിൽ ചെന്നിട്ട് അത്രയും എഫേർട്ട് ഇട്ടിട്ട് അവർ വിന്നറായതിന് ശേഷം വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. അവർ വിന്നറായിട്ട് തിരിച്ചു വരുമ്പോൾ അവർ വെക്കാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. മനസ്സിലായില്ലേ? നമ്മളെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിൽ ട്രൈ ചെയ്തിട്ട് നമ്മൾ വിജയിച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ ചില ഉത്തരങ്ങൾ ഭയങ്കര വെയിറ്റായിട്ട് ചിലരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ച് കയറി ചെല്ലും. അപ്പോൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുമ്പോൾ ഒരു വൺ ഹൈപ്പ് ഇന്ത്യയിലുണ്ടാവും. ഒരു വൺ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അവർ മുമ്പ് നടത്തിയ പൊളിറ്റിക്കൽ പോരാട്ടത്തിനെതിരെ നടക്കുന്ന ഒരു വൻ പരിപാടിയായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു വൻ പരിപാടി വന്നാൽ ആർക്കൊക്കെയാണോ റിഫ്ലക്ഷൻസ് ഉണ്ടാവുക, ആ റിഫ്ലക്ഷൻസ് ഉണ്ടാകുന്ന ആൾക്കാർക്ക് വളരെ ഈസിയാണ് ഒരു 100 ഗ്രാം ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അവിടെ ഏതെങ്കിലും ഫുഡ് കൊടുത്ത് അവൻ്റെ അടുക്കൽ കുറച്ച് വെയിറ്റ് കൂടുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് മാറും. ഇത് പണി തരുന്നതാണ്. ഈ പണി തരുന്ന ആൾമാർക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിട്ട് പണിയുന്നവർക്ക് ഭയങ്കര എളുപ്പമാണ് കാര്യങ്ങൾ ചെയ്യാൻ. പണിയുന്നവർ, ചതിക്കുന്നവർ, വഞ്ചിക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര എളുപ്പമാണ് കാര്യങ്ങൾ. എനിക്ക് അതാണ് എപ്പോഴും നമ്മളിപ്പോൾ ദൈവത്തിനെയൊക്കെ സ്തുതിക്കുകയും ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ഡിസാസ്റ്റർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ വയനാട്ടിലെ ദുരന്തം വലിയ ഉദ്യോഗസ്ഥന്മാർ കിടന്നുറങ്ങി അവരതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാതെ അവർ ഭയങ്കര നിസ്സാരവൽക്കരിച്ച് അതിനെ കണ്ടപ്പോൾ ദുരന്തം ഉണ്ടായി. അതുപോലെ തന്നെ പല കാര്യങ്ങളും അങ്ങനെ തന്നെ സെയിം തന്നെ. ചില ആൾക്കാരുടെ ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ പച്ച ലൈറ്റ് കത്തിക്കുന്നവൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ സംഭവം കയ്യിൽ നിന്ന് പോകത്തില്ലേ? അതാണ് അത്രയും എന്താ പറയുക, 10,000 പേർക്ക് പായസം ഉണ്ടാക്കി വെച്ചാൽ ഒരു തുള്ളി വിഷം ഇട്ടാൽ മതിയല്ലോ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ആ വിഷം ഇടുന്നത് ഭയങ്കര എളുപ്പമാണെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ ചിന്താഗതിയും അങ്ങനത്തെ ആറ്റിറ്റ്യൂഡും ഒക്കെ ഉള്ള കുറേ പന്ന നാറികളുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര എളുപ്പമാണ് ഒരു കാര്യം നശിപ്പിക്കാൻ, ഭയങ്കര എളുപ്പമാകും. സൃഷ്ടിക്കാനല്ലേ ഭയങ്കര ബുദ്ധിമുട്ട്. മനുഷ്യരെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അതിനെ വളർത്തിയെടുത്ത് അതിന് ഒരു സമൂഹത്തിന് ഗുണമുള്ളൊരു പ്രൊഡക്റ്റാക്കി മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ പോരാട്ട രീതിയിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ് കാര്യം. വിവരം ബോധമുള്ള ആൾക്കാരുടെ എണ്ണം ഭയങ്കര കുറവല്ലേ നമ്മുടെയൊക്കെ നാട്ടിൽ. കുറച്ച് തിങ്കിങ് പ്രോസസ്സുള്ള ആൾക്കാരുടെ എണ്ണം കുറവാണ്. ഇപ്പോഴത്തെ ജനറേഷൻ പിന്നെ ഓക്കെയാണ്. പക്ഷേ ഈ വസന്തങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. മനസ്സിലായില്ലേ? കൊറോണ വന്നപ്പോഴും തീരാത്ത കുറേ വസന്തങ്ങളുണ്ട്. അവരിൽ പലരും ഈ പറയുന്ന വൻകിട പരിപാടിയിലൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വൻ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എനിക്ക് എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞത്, ഞാൻ ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിളായിട്ടുള്ള ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ സുഹൃത്തിൻ്റെ അടുക്കയിൽ ഒരു മൊണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൊണ്ണയായിട്ടുള്ള പുള്ളിക്കാരന് ഒരു കഴിവുമില്ല, വായ്ത്താര് മാത്രമേ ഉള്ളൂ, ഒരു പറയും നടക്കത്തൊന്നുമില്ല. അപ്പോൾ ആ പുള്ളി ഇപ്പം നമ്മളുമായിട്ട് ഭയങ്കര സ്നേഹബന്ധത്തിൽ നിൽക്കുകയും ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കുകയും നമ്മൾ ഭയങ്കരമായിട്ട് കരകയറും എന്നൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ഈ മൊണ്ണയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ മൊണ്ണ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവൻ്റെ വായിൽ നിന്ന് വരുന്ന കുറച്ച് ഡയലോഗുകൾ ഈ പറയുന്ന റിച്ച് ആയിട്ടുള്ള ആളുടെ പറയുമ്പോൾ പുള്ളിക്കറിയാം ഈ മൊണ്ണ പറയുന്നത് വെറും ഊതാന്ന്. പക്ഷേ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അയാൾക്ക് ചെയ്യാൻ പറ്റാതെ ആകുമ്പോഴത്തേക്കും നമ്മുടെ റിലേഷൻഷിപ്പിനെ അങ്ങ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും?
നമ്മൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ നമ്മൾ വീണ്ടും നെക്സ്റ്റ് ലൂപ്പ് എടുക്കേണ്ടി വരുമല്ലോ, അടുത്ത ലൂപ്പിലേക്ക് നമ്മൾ വീണ്ടും കടക്കേണ്ടി വരും. അങ്ങനെയുള്ള നെക്സ്റ്റ് ലൂപ്പ് എടുക്കുന്ന സമയത്ത് എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സ്ട്രഗിൾ അനുഭവിക്കും. ഈ സ്ട്രഗിൾ അനുഭവിക്കുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റേഴ്സ് സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. അതിലവർക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അതിൽ ഭയങ്കര സന്തോഷപ്പെടും. അപ്പോൾ ഈ പറഞ്ഞ കുറേ മൊണ്ണകൾ ഈ പറയുന്ന പോലെ തന്നെ വലിയ ഹയർ പൊസിഷൻസിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലുള്ള കാര്യം ആലോചിച്ച് നോക്കി. അതായത് കഴിവില്ലാത്തവന്മാർ വൻകിട പൊസിഷനിലെത്തിയാലുള്ള കാര്യം ആലോചിച്ച് നോക്കി. ഇതേപോലെ 100 ഗ്രാമും 500 ഗ്രാമും ഒക്കെ കൂടുതലായിട്ട് വരും. അങ്ങനെ ഇന്ത്യക്ക് കിട്ടുന്ന ഗോൾഡ് മെഡലും ഇന്ത്യക്ക് കിട്ടുന്ന റെപ്യൂട്ടേഷനും അല്ല അവരുടെ വലുത്. അവരുടെ അവരെ ചൊറിഞ്ഞു, അപ്പം നീ അങ്ങ് രക്ഷപ്പെടണ്ടെന്ന് പറയുന്ന പോലത്തെ ഗുണമതിയാരും. എന്ത് ഇതിനൊക്കെ നമ്മൾ പറയുക. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്താ കാര്യം.